അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. അപ്പോൾ ഞാൻ ഷോപ്പിലാണ്. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ടൊരു വാർത്ത അല്ല, ഒരു സന്തോഷം പറയാനുള്ളത് എന്താ വെച്ചാൽ, എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ന് കൈനീട്ടം കിട്ടിയിട്ടാ. വിഷു കൈനീട്ടം കിട്ടി. ഇക്കുണ്ട് അസ്മികൂട്ടനിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആരാന്ന് ഞാൻ പറയുന്നില്ല, അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ എന്തായാലും അപ്പോൾ ആ വിഷു കൈനീട്ടം കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷത്തിലുണ്ടോ ഞാൻ. അപ്പോൾ അതെ വിഷു അതുകൊണ്ടാണ് തോന്നില്ല, ഞാൻ ഒന്ന് മഞ്ഞിട്ടിട്ടുണ്ട് വന്നിട്ടുണ്ട് ടേട്ടടാ. അപ്പോൾ എന്തായാലും എനിക്ക് വിഷു കൈനീട്ടം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ ആ ഒരു സന്തോഷം വേറൊരാൾക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് ഞാൻ വിഷു കൈനീട്ടമായിട്ട് ഒരു സ്കേർട്ടും ടോപ്പും തയ്ച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, നല്ലൊരു പീക്കോ പച്ച, നല്ല അടിപൊളി, നല്ല ഭംഗിയായിട്ട് ഞാൻ ചെറിയ കുട്ടി നെറിയാണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം വീതിയിലുള്ളൊരു ബെൻഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ ഒരു സ്കേർട്ട് തയ്ച്ചു. അപ്പോൾ അതിലേക്കുള്ള ടോപ്പാണ് കേട്ടോ. ടോപ്പ് തയ്ച്ചിട്ടില്ല, തയ്ച്ചുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ ഒരു മണിയാകുമ്പോഴത്തേക്കും, ഇപ്പോൾ സമയം 12:10 കേട്ടോ. അപ്പോൾ 1 മണിയാകുമ്പോഴത്തേന് എനിക്ക് ഇതും കൂടി അടിച്ചിട്ട് വേണം സർപ്രൈസ് ആയിട്ട് ആൾക്ക് കൊടുക്കാൻ. പിന്നെ ഞാൻ കൊടുക്കുന്ന വീഡിയോ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാം. അപ്പോൾ നോക്കാം കേട്ടോ. പിന്നെ അത് ഇട്ടിട്ട് ആ കുട്ടി ഫോട്ടോ ഇട്ടിട്ടുള്ള ഫോട്ടോ കിട്ടുകയാണെങ്കിൽ അത് ഞാൻ കാണിച്ചു തരേ. അപ്പോൾ ഞാനിത് അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് ഞാൻ ഒരു സ്കേർട്ടും ടോപ്പും തയ്ച്ചിട്ടാ. അതേ കണ്ട, നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്കേർട്ട്, അത്യാവശ്യം വീതിയുണ്ട്. ഞാൻ ഈ കുട്ടീനെ ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ, എനിക്ക് അളവും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടൊരു ഊഹത്തിൽ ഞാൻ അടിച്ച സ്കേർട്ടും ടോപ്പും കേട്ടോ. അതേ കണ്ട നല്ല അടിപൊളിയായിട്ട് നല്ല തിക്കിൽ നെറി കൊടുത്തിട്ടുണ്ട്, കുഞ്ഞ് നെറിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഒരു സ്കേർട്ടും പിന്നെ അതിലേക്ക് മാച്ചായിട്ടുള്ളൊരു ടോപ്പും. നല്ല അടിപൊളിയായിട്ടില്ലേ. ഇതിൻ്റെ സ്ലീവൊക്കെ കണ്ട നല്ല പൊന്തി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ നമ്മളുടെ യോക്കിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ബാക്ക് ഓപ്പൺ ആണ്, ബാക്കിലും ഞാൻ ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റോൺ ഉണ്ട് കേട്ടോ. ഈ ലേസുമ്മ ചെറിയ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ അത് ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനിത് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആൾ കയറി വന്നു. ഞാൻ ഡ്രസ്സ് തയ്ച്ചുകൊണ്ടിരിക്കുകയും ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആൾ വന്നത്. അപ്പോൾ പിന്നെ എന്തായാലും സർപ്രൈസ് ഞാൻ പൊളിച്ചു. ആൾ പറഞ്ഞ് എൻ്റെ കുട്ടിക്ക് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അവൾക്ക് 2 പെൺകുട്ടികളാണ്. ഞാൻ ചെറിയ വാവക്ക് ഞാൻ മുന്നേ എന്താ പറയുക ഒരു 2 ഫ്രോക്ക് തയ്ച്ച് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് മൂത്ത കൊച്ചിനുള്ളതാണ്. അപ്പോൾ അന്നൊക്കെ മൂത്ത കൊച്ചിനെ തയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എന്തായാലും വിഷല്ലേ, അപ്പോൾ ഇത് കൊടുക്കണം. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ എന്ന് പറയാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി വിഷു. ഓക്കെ. ആകെ വേർത്ത് ഒളിച്ച് ക്ഷീണിച്ച് കിട്ടാം. കാരണം ഞാനിതിപ്പോൾ ഇന്ന് തന്നെ ഇത് കൊടുക്കും വേണം, എങ്കിലല്ലേ നമുക്ക് അവരുടെ കയ്യിലെത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ എടുത്ത തീരുമാനം കേട്ടോ ഡ്രസ്സ് തയ്ക്കണം എന്നുള്ളത്. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കുന്നത് തയ്ച്ച് കണ്ടാൽ കേട്ടോ. അപ്പോൾ അത്രക്കുള്ളൂ. ഓക്കെ, ബൈ.